ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ ആധാർ കാർഡിൽ നമ്മളെ അച്ഛനോ അതോ ഹസ്ബൻഡിന്റെ പേരെങ്ങനെ ആഡ് ചെയ്യുക, കറക്ഷൻ ചെയ്യുക നമുക്കിന്ന് കാണാം. അതിന്റെ കൂടെ നമ്മളെ അഡ്രസ്സിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുക, കറക്ഷൻ ചെയ്യുക നമുക്ക്, അതോ നിങ്ങൾ ഒരു ഡോക്യുമെന്റ് ഒന്നും കൊടുക്കാതെ എങ്ങനെ കറക്ഷൻ ചെയ്യാൻ നമുക്കിന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക മൈ ആധാർ. അതിനുശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഒരു പോർട്ടൽ ഓപ്പൺ ആകും. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു പുതിയ ബീറ്റ വെർഷൻ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പോർട്ടലിൽ വന്നിട്ട് നമ്മളെ സർവീസസ് എല്ലാം ഈസി ആയിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പോർട്ടൽ തന്നെ യൂസ് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ആ ലിങ്ക് കാണുന്നില്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം myAadharBeta.uidai.gov.in. സെർച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഈ പോർട്ടലിന്റെ അകത്ത് വരാൻ പറ്റും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് കട്ടാക്കി വിടുക. അപ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പിലുള്ള സർവീസസ് ഇവിടെ കാണാൻ പറ്റും. പക്ഷെങ്കിൽ ആധാറിന്റെ ഏതെങ്കിലും സർവീസസ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളെ ആധാറിന്റെ ഫുൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ സൈഡിൽ കാണുന്ന സെയിം ടു സെയിം ക്യാപ്ച ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെ ആധാർ കാർഡിൽ ഏത് ഫോൺ നമ്പർ ലിങ്ക്ഡ് ആണോ ആ ഫോൺ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനായി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. അതേപോലെ നിങ്ങളെ ഫോൺ നമ്പർ വന്നിട്ട് ആധാറിൽ ലിങ്ക്ഡ് ആയിരിക്കണം. അഥവാ നിങ്ങൾക്ക് ഈ പഴയ നമ്പർ മാറ്റിയിട്ട് പുതിയ നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മളെ ചാനൽ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. ലോഗിൻ ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള സർവീസസ് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആധാർ കാർഡിന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതോ അഡ്രസ്സിൽ കറക്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതേപോലെ എല്ലാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഷോ ഓൾ സർവീസസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ വരും അപ്ഡേറ്റ് അഡ്രസ്. ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 75 റുപ്പീസ് കൊടുക്കേണ്ടി വരും ഫീസ്. അപ്പോൾ ഓൺലൈനിലൂടെ നിങ്ങളെ അപ്ഡേഷൻ കംപ്ലീറ്റ് ആകും. ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന ശേഷം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ അഥവാ നിങ്ങൾ ആധാർ കാർഡിൽ നിങ്ങളെ സ്വന്തം അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് യൂസിങ് യുവർ ഡോക്യുമെന്റ് ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് നമ്മളെ അച്ഛനോ അതോ ഹസ്ബൻഡ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നേരത്തെ കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗവൺമെന്റ് വന്നിട്ട് നമ്മളെ ആധാർ കാർഡിൽ അച്ഛനോ അതോ ഹസ്ബൻഡിന്റെ പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രീതികൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് യൂസിങ് യുവർ ഫാമിലി മെമ്പേഴ്സ് ആധാർ ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ തന്നെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പക്ഷെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെങ്കിൽ ലോഗിൻ ചെയ്തതിനു ശേഷം ഇവിടെ ആധാർ നമ്പർ കൊടുക്കാൻ പറയും. ഇവിടെ ആരെ ആധാർ നമ്പർ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലി മെമ്പറിന്റെ ആധാറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അഥവാ നിങ്ങളെ ആധാർ കാർഡിൽ നിങ്ങളെ അച്ഛന്റെ പേരും അഡ്രസ്സും കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളെ അച്ഛന്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അവിടെ തന്നെ ആരെങ്കിലും മാരീഡ് വുമൻ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം അവരെ ഹസ്ബൻഡിന്റെ പേര് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ ആ കേസിൽ അവരെ ഹസ്ബൻഡിന്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡിന്റെ ആധാർ കാർഡിൽ ഏതാണ് പേരുള്ളത് അതേപോലെ അഡ്രസ്സ് ഏതാണോ ഉള്ളത് അത് സെയിം ടു സെയിം ഇവിടെ ആയി വരും നിങ്ങളുടെ ആധാർ കാർഡിൽ. ഇതും വളരെ നല്ല കാര്യമാണ്. അതേപോലെ ഇവിടുത്തെ പ്രോസസ് എല്ലാം വളരെ ഈസി ആയിട്ടുണ്ട്. ഇതിന്റെ അകത്തും നേരത്തെ നിങ്ങൾക്ക് ഡോക്യുമെന്റുകളെല്ലാം കൊടുക്കേണ്ട ആവശ്യം വരുമായിരുന്നു. ഓരോ പ്രൂഫുകൾ കൊടുക്കേണ്ടി വരുമായിരുന്നു. അതേപോലെ മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കേണ്ടി വരുമായിരുന്നു. അല്ലെങ്കിൽ ഡിക്ലറേഷൻ എല്ലാം കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ഗവൺമെന്റ് വന്നിട്ട് ഇപ്പൊ അതിനെ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം റിലേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ആരെയാണ് ആധാർ നമ്പർ കൊടുത്തിരിക്കുന്നത് അവരുടെ റിലേഷൻ എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫാദർ ആണെങ്കിൽ ഫാദർ കൊടുക്കാം, അല്ലെങ്കിൽ സ്പൗസ് നിങ്ങളെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കേസിൽ ലീഗൽ ഗാർഡിയനോ അതോ മദറോ അതോ സിബ്ലിങ്ങോ ആരെ കൊടുക്കണോ അത് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ഇവിടെ കാണുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ നിങ്ങളെ ഫോട്ടോയും നിങ്ങളെ ആധാർ നമ്പറും നിങ്ങളെ ഫാമിലി മെമ്പറിലൂടെ വിസിബിൾ ആകും, അവർക്കും കാണാൻ പറ്റും. ഇതിലെന്താണ് പ്രോബ്ലം? ഇത് ഗവൺമെന്റ് തരുന്ന ഒരു ഡിക്ലറേഷൻ നല്ല ഒരു കാര്യമാണ്. ഇതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു മൊബൈൽ നമ്പർ കാണാൻ പറ്റും. ഈ മൊബൈൽ നമ്പർ വന്നിട്ട് നമ്മൾ ആരെയാണോ ആധാർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നോ അവരുടെ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അവർ ആധാറിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ കാണിക്കുന്നത്. അതേപോലെ ഈ നമ്പർ വന്നിട്ട് ആക്റ്റീവ് ആയിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡോക്യുമെന്റ് വന്നിട്ട് കണ്ടിന്യൂ ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ നമ്പറിലൂടെ തന്നെ ഒരു വെരിഫിക്കേഷൻ്റെ കോഡ് പോകും. അതുവഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനുശേഷം നമുക്കിവിടെ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഥവാ നിങ്ങൾ കെയർ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ അച്ഛനോ അതോ ഹസ്ബൻഡിന്റെ പേര് നിങ്ങളെ ആധാർ കാർഡിൽ മെൻഷൻ ആയി വരും. ഇവിടെ കാണുമ്പോൾ നേരത്തെ നമുക്ക് ഓപ്ഷനുകൾ കാണാൻ പറ്റുമായിരുന്നു. ഡോക്ടർ ഓഫ്, സൺ ഓഫ്, വൈഫ് ഓഫ്, ഇതേപോലത്തെ നിങ്ങളുടെ ടൈറ്റിൽ വന്നിട്ട് നേരത്തെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് ഡീഫോൾട്ട് ചെയ്തിരിക്കുകയാണ് കെയർ ഓഫ് ഓപ്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങളെ അച്ഛന്റെ പേര് കൊടുക്കാൻ പറ്റും, നിങ്ങളെ ഹസ്ബൻഡിന്റെ പേര് കൊടുക്കാൻ
പറ്റും. എന്നാലും നിങ്ങൾ അവിടെ കാണിക്കും കെയർ ഓഫ്. സോ നമുക്കിവിടെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ടായി ഇവിടെ നമുക്ക് ഫീസ് പേയ്മെന്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് 75 റുപ്പീസ് ഫീസ് പേയ്മെന്റ് ചെയ്ത് കൊടുക്കണം. കറക്ഷൻ ഓൺലൈനിലൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഐ കൺഫേം ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാൻ പറ്റും, റിസർവ് പേ, അടുത്ത് UPay. ഇവിടെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് റിസർവ് പേ. അതിനുശേഷം മേക്ക് പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാലറ്റ് എല്ലാ രീതിയിലുള്ള പേയ്മെന്റ് മെത്തേഡുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടിന് പേ ചെയ്യാൻ പറ്റും. ഈ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ QR കോഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു QR കോഡിന് നമുക്ക് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ വന്നിട്ട് ഈ ഒരു QR കോഡിനെ സ്കാൻ ചെയ്തു. അതിനുശേഷം പിൻ കോഡെല്ലാം അടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ സക്സസ് എന്നൊരു മെസ്സേജ് വരുന്നുണ്ടാകും. ഇതേപോലെ ഒരു മെസ്സേജ് ഓപ്പൺ ആകും. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ ഇവിടെ കാണുമ്പോൾ ഇതേപോലെ നമുക്കൊരു പേജ് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു SRN നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഈ SRN നമ്പർ നിങ്ങൾ ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിന്റെ കൂടെ നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നുണ്ടാകും. അതിനെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും SRN നമ്പർ. ഇത് വന്നിട്ട് നമുക്ക് യൂസ് ആകും. അഥവാ നിങ്ങൾ ആധാർ കാർഡിന്റെ പോർട്ടലിന്റെ അകത്ത് എന്തെങ്കിലും സർവീസസ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ പ്രോസസ്സ് വന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് ആകുന്നുണ്ടാകും. അഥവാ നിങ്ങൾ ഇവിടെ ഫാമിലി ബേസിലൂടെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അച്ഛനോ അതോ ഹസ്ബൻഡിന്റെ പേരിൽ കറക്ഷൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചില സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം. ഫാമിലി മെമ്പറിന്റെ ആധാർ കാർഡിന് നിങ്ങൾ എവിടെയാണോ റിക്വസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ വീണ്ടും ആധാറിന്റെ പോർട്ടലിൽ വരും. നേരത്തെ നമ്മൾ ഇവിടെ നമ്മളെ ആധാർ കാർഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആധാർ നമ്പറാണ് ഇവിടെ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ആധാറിന്റെ അകത്ത് ആരെ പേര് നമ്മളെ ആധാർ കാർഡിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെ ആധാർ നമ്പർ ഇവിടെ നമുക്ക് കൊടുത്ത് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ക്യാപ്ചർ ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ വിത്ത് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലോഗിൻ ആയതിനു ശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ഫാമിലി മെമ്പർ റിക്വസ്റ്റ്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ SRN നമ്പർ ചോദിക്കുന്നുണ്ടാകും. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ലിപ്പിന്റെ SRN നമ്പർ ഇവിടെ കൊടുക്കണം. ഇവിടെ നമ്മൾ SRN നമ്പർ കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് നമ്മളെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാകും. എന്ന് വെച്ചാൽ ആരെ ആധാർ ഹോൾഡർ ആണോ നിങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മളിവിടെ SRN നമ്പർ ടൈപ്പ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണുന്നുണ്ടാകും ഏത് രീതിയിലുള്ള നമ്മളെ അഡ്രസ്സ് വന്നിട്ട് പിച്ചായി വരും എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ആധാർ കാർഡിൽ ആരെ പേരാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുന്നത് അവരെ പേര് ഇവിടെ നമുക്ക് അഡ്രസ്സിലൂടെ കാണാൻ പറ്റും. ഇങ്ങനെ കെയർ ഓഫിലൂടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളെ ആധാർ കാർഡിൽ പിച്ചായി കാണിക്കും. ഇനി നമുക്ക് ലീഗൽ സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യണം. സോ ഇതേപോലെ നമ്മളെ ആധാർ കാർഡിന്റെ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യേണ്ട റിക്വസ്റ്റ് വന്നിട്ട് ഇവിടെ ആ അക്സെപ്റ്റ് വന്നിട്ട് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പഴയ ആധാർ കാർഡിനെ ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ പ്രോസസ് ഇവിടെ കാണാൻ പറ്റും. ഇനി വരുന്നതാണ് വാലിഡേഷൻ. ഇവിടെ ഗവൺമെന്റ് വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യും, എല്ലാ കാര്യവും കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് നിങ്ങളെ ആധാർ കാർഡിലുള്ള പേര് നിങ്ങളെ അച്ഛന്റെ പേരോ അതോ ഹസ്ബൻഡിന്റെ പേര് വന്നിട്ട് ചേഞ്ച് ആയി അപ്ഡേറ്റ് ആയി കിട്ടും. ഇതിനുശേഷം നിങ്ങൾക്ക് അഥവാ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഈ പോർട്ടൽ വഴി ഇവിടെ അതിന്റെ ലൈവ് സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ഡീറ്റെയിലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. ഇതേപോലെ നിങ്ങളെ ആധാർ കാർഡ് നിങ്ങളെ ഫാമിലി മെമ്പറിന്റെ പേരിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ കറക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.